മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ (CSSD), റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. എങ്കക്കാട് വീരാണിമംഗലം ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ വിഗ്രഹം മാറ്റി പുതിയ വിഗ്രഹം സ്ഥാപിക്കും. ക്ഷേത്രത്തിൽ നടന്ന പ്രശ്നവിധി പ്രകാരം വിഗ്രഹത്തിന് കേടുപാടുള്ളതായി കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ശ്രീകൃഷ്ണ വിഗ്രഹവും പീഠവും മാറ്റി പുതിയത് സ്ഥാപിക്കാൻ തീരുമാനമായത്. 3 വർഷത്തിനുള്ളിൽ വിഗ്രഹം മാറ്റണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ 1 വർഷം കൊണ്ട് പുതിയ വിഗ്രഹവും പീഠവും മാറ്റി പുതിയത് സ്ഥാപിക്കുമെന്ന് ക്ഷേത്രസമിതി സെക്രട്ടറി N. മോഹനൻ നമ്പീശൻ അറിയിച്ചു. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ക്ഷേത്രത്തിൽ നടന്ന അഷ്ടമംഗല്യ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നപരിഹാര ക്രിയകളാണ് നടന്നു വരുന്നത്. അതിന് പ്രധാനപ്പെട്ടത് ഒരു വേദത്രയം 3 വേദങ്ങൾ ഇവിടെ പാരായണം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ബ്രാഹ്മണ സുമംഗലിക്ക് വെച്ച് നമസ്കാരം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാളെ കുടുംബത്തിന് ഒരു വെച്ച് നമസ്കാരം. ഇതാണ് ഈ ബാക്കിയുള്ളത്. അതുകൂടാതെ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹത്തിന് വന്നിട്ടുള്ള ലോപം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കിയിട്ട് വിഗ്രഹം മാറ്റുക 3 വർഷത്തിനുള്ളിൽ മാറ്റുന്നതാണ് നമ്മുടെ ക്ഷേത്രം തന്ത്രിയായിട്ടുള്ള ബ്രഹ്മശ്രീ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളത് 1 വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കണമെന്നുള്ള ആവേശത്തിലാണ്. അതേപോലെ തന്നെ ശ്രീകൃഷ്ണ മണ്ഡപത്തിൽ ശ്രീകോവിലിൻ്റെ മുമ്പിലുള്ള മുഖമണ്ഡപത്തിന് ചെറിയ ദോഷങ്ങളുണ്ട്, അളവിൽ ചെറിയ ദോഷങ്ങളുണ്ട്. ആ ദോഷങ്ങളും പരിഹരിക്കണം. അതേപോലെ തന്നെ നരസിംഹമൂർത്തിയുടെ മുഖമണ്ഡപത്തിലെ തൂണുകളൊക്കെ ആകെ ദ്രവിച്ചിട്ടുണ്ട്, അത് മാറ്റി പുതുക്കി പണിയണം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള നരസിംഹമൂർത്തി ക്ഷേത്രത്തിന്റെ ചെമ്പോലമേൽ അതിന്റെ പ്രവൃത്തികൾ ഉടൻ തന്നെ ആരംഭിക്കും. പ്രശ്നവിധി പ്രകാരം ക്ഷേത്രത്തിൽ നടന്നിരുന്ന പ്രായശ്ചിത്ത പരിഹാര ക്രിയകൾ സമാപിച്ചു. സുദർശന ഹോമം, പ്രേതവാഹനം, ഭഗവൽ സേവന, സുഹൃതഹോമം, സർപ്പബലി, സായുജ പൂജ, നവകം, പഞ്ചഗവ്യം എന്നിവയാണ് 5 ദിവസങ്ങളിലായി നടന്നത്. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരി, അണ്ടലാടി ദിവാകരൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.